ചെറുശ്ശേരി ഉസ്താദുമായി ഒരു അഭിമുഖം. നിങ്ങളെല്ലാവരും ഉസ്താദിന്റെ പ്രസംഗം മറ്റൊരു വേദികളിൽ കേട്ടിട്ടുണ്ടെങ്കിലും നേരിൽ നടത്താനുള്ള സംവാദം നടത്താനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പതിറ്റാണ്ടുകാലം തലഭാവി സംസ്ഥാന കമ്മിറ്റി നൽകുന്ന ഉപഹാരം സർവാദരണീയരായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ കൈമാറുന്നു. തങ്ങളവറുകളെയും ഉസ്താദിനെയും ആദര പുരസ്സരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. വലില്ലാഹിൽ ഹംദ്. ഖയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ മുഖ്യ കാര്യദർശിയും പണ്ഡിത ലോകത്തെ കുലപതിയും കർമ്മശാസ്ത്രത്തിലെ അവസാന വാക്കുമായ ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്
തന്റെ വൈജ്ഞാനിക ജീവിതത്തെയും സംഘടനാ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്ന അസുലഭമായ അവസരത്തിലേക്ക് മുഴുവൻ ക്യാമ്പ് പ്രതിനിധികളുടെയും സജീവ സാന്നിധ്യം സ്വാഗതം ചെയ്യുകയാണ്. أعوذ بكلمات الله التامات من عذابه وعقابه ومن شر عباده ومن همزات الشياطين وأن يحضرون. بسم الله خير الأسماء في الأرض والسماء. الحمد لله. أشهد أن لا إله إلا الله وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى والشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. صدق الله مولانا العظيم. إن الناس لكم طبع الأرض يتفقهون في الدين فإذا أتوكم فاستوصوا بهم خيرا. صدق الله. ബഹുമാനമുള്ള SKSSFന്റെ നേതാക്കളെ, പ്രവർത്തകരെ, അതിൻ്റെ കീഴിലുള്ള ഇങ്ങനെയുള്ള മഹത്തായൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തിനെ
ആദ്യമായി ഞാൻ തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിന് കളമൊരുക്കിയ സംഘാടകരെയും പ്രവർത്തകരെയും സഹായികളെയും ഞാൻ അഭിനന്ദിക്കുകയും അല്ലാഹു തആല രണ്ടു വീട്ടിലും അവർക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്യും. എനിക്ക് വളരെ പ്രധാനമായ ചില വിഷയത്തിന് വേണ്ടി നമ്മൾ ഷേളാരി ഓഫീസിൽ എത്തേണ്ടതുണ്ട്. അത് വളരെ മുമ്പ് തന്നെ അവർ ക്ഷണിച്ച് ഉറപ്പിച്ചതുമാണ്. അതിന്റെ ശേഷമാണ് ഈ വിഷയത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങള് പോലത്തെ പ്രവർത്തകരൊക്കെ എന്നെ ക്ഷണിച്ചത്. പക്ഷേ ഇതിന്റെ പ്രാധാന്യവും ഇത് വളരെയധികം ഒഴിച്ചുകൂട്ടാത്ത ഒരു വിഷയമായതുകൊണ്ട് അല്പസമയം ഞാൻ ഇവിടെ ബന്ധപ്പെടാം എന്നാണ് ക്ഷണിച്ച ആളുകളോട് ഞാൻ പറഞ്ഞത്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി. ബഹുമാനപ്പെട്ട ദീൻ, ശരീഅത്ത്, മില്ലത്ത് ഒക്കെ ഒരേ അർത്ഥമുള്ള പര്യായ പദങ്ങളാണ്. അതിന്റെ നിലനിൽപ്പ് പ്രധാനപ്പെട്ട ചില ഘടകമാണ് ഈ ആയത്തിൽ ഒത്തുക്കിയിട്ടുള്ളത്. യുഗക്കാൽ ഭൂമികൾ ദീന് സേവനം ചെയ്യണം എന്നുള്ള ഒരു യുഗമാണ്. ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. നല്ലതായ ഉപദേശങ്ങൾ, തർഗീബ് തർഹീബ് ഉൾക്കൊള്ളുന്ന ഉപദേശങ്ങൾ ചെയ്യാൻ പറ്റിയ ആളുകളെ വേണം. അതാണ് സാധാരണ മുഅ്മിനീങ്ങൾക്ക് ബഹുമാനപ്പെട്ട ദീൻ എത്തിച്ചു കൊടുക്കാനുള്ള മാർഗമാണ്. അതാണ് ഈ ആയത്തിൽ പറഞ്ഞ രണ്ടാം വിഭാഗം. വൽ മൗഇദത്തിൽ ഹസന, സാധാരണ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് നല്ല വാഇദീങ്ങൾ
നല്ല പ്രാസംഗികന്മാരൊക്കെ ഈ മഹത്തായ ദീനീ പ്രവർത്തനത്തിന് വേണം. അപ്പോഴാണ് സാധാരണക്കാരായ ആളുകൾക്ക് ഈമാനും അമലും ഉറപ്പിച്ച് നിർത്താൻ കഴിയും. മറ്റൊന്ന് ബഹുമാനപ്പെട്ട ദീന്റെ എതിരാളികൾ. ഇങ്ങനെ 3 വിഭാഗത്തെയാണ് ഈ ആയത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, നല്ല രീതിയിൽ നിങ്ങൾ അവരോട് മുജാദല വാദപ്രതിവാദം നടത്തണം. അത് ദീന്റെ എതിരാളികളുമായി നേരിടേണ്ട രീതിയാണ് ഇതിന് അവിടെ പറയുന്നത്. അപ്പൊ 3 വിഭാഗത്തെ സ്പർശിച്ചുകൊണ്ടാണ് ഈ ആയത്ത്. ഇൽമിന്റെ അഹ്ലുകാർക്ക് വേണ്ടതെല്ലാം പഠിപ്പിച്ചാനും പഠിപ്പിച്ചു കൊടുക്കാനും ഉയർത്താനുമുള്ള ഒരു വിഭാഗമാണ്. നല്ല വാഴനീയങ്ങൾ, പൊതുജനങ്ങൾക്ക് ഈമാനും അമലും റെഡിയാക്കാൻ പറ്റിയ വാഴനീയങ്ങൾ ഇവിടെ വേണം. ബഹുമാനപ്പെട്ട ദീന്റെ എതിരാളികൾ ഉലമാവ് വാർത്തെടുക്കണമെങ്കിൽ അതിന്റെ ആദ്യപടിയായ തലബ വിദ്യാർത്ഥികൾ വേണം. യൂത്തിൽ ഹിക്മത മൻ യശാ വമൻ യൂത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കതീറാ. വമൻ യൂത്തൽ ഹിക്മത, ആർക്കെങ്കിലും ഹിക്മത്ത് നൽകപ്പെട്ടാൽ, പല അർത്ഥമുള്ള ഒരു വാക്കാണ് ഹിക്മത്ത്. വേഗം മനസ്സിലാകുന്ന ഒരു അർത്ഥം ഇൽമും അതിനനുസരിച്ചുള്ള അമലും. അത് ആർക്കെങ്കിലും നൽകപ്പെട്ടാൽ ഫഖദ് ഊതിയ ഖൈറൻ കതീറാ, ധാരാളം ഖൈറുകൾ അവൻ നൽകി. പരിശുദ്ധ ഖുർആനിൽ ഇപ്പൊ ധാരാളം എന്ന് പറയണമെങ്കിൽ നല്ല പ്രയാസമുണ്ടായിരുന്നു. കാരണം ദുന്യാവ് ഒന്നായിട്ടും അതിന്റെ സൗകര്യത്തെ പറ്റിയും ഖുർആൻ പറഞ്ഞത് മത്താഅദ്ദുന്യാ ഖലീൽ, ദുന്യാവും അതിന്റെ സൗകര്യങ്ങളൊക്കെ വളരെ ചെറുതാണ്, ഖലീലാണ്. അപ്പൊ ദുന്യാവാകമാനം ഖലീല്, ആകാശം ഈ സൗകര്യങ്ങളും വേറും ഒക്കെ മൊത്തത്തിൽ അത് ഖലീലാണ്. മത്താഅദ്ദുന്യാ ഖലീൽ എന്ന് പറയുന്ന ഖുർആൻ കസീർ എന്ന് പറയണമെങ്കിൽ നല്ല പ്രയാസമുണ്ട്. അതാണ് യൂത്തിൽ ഹിക്മത മൻ യശാ. ഹിക്മത്ത് എന്നത് അല്ലാഹു അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് നൽകും. അതായത് ഇൽമും അനുസരിച്ചുള്ള അമലും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവൻ ഉദ്ദേശിച്ച ആളുകൾക്കാണ് അത് നൽകല്. അങ്ങനെ നൽകിയാൽ ഫഖദ് ഊതിയ ഖൈറൻ കതീറാ, ധാരാളം ഖൈറുകൾ അവന് നൽകി. അതിന്റെ അപ്പുറം ഒരു ഖൈറ് ഇനി നൽകാനില്ല. അതുകൊണ്ടാണ് പുണ്യ നബിയോട് തന്നെ പറഞ്ഞത് ഖുർ റബ്ബി സിദ്നി ഇൽമാ, ഇൽമ് വർദ്ധിച്ചു കിട്ടാൻ തങ്ങൾ പ്രാർത്ഥിക്കണം, ഇതിനു വേണ്ടി യത്നിക്കണം. അല്ലാഹു തആലാന്റെ മറ്റ് നിഅമത്തുകൾ വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ തങ്ങളോട് അത് ഏറ്റിക്കിട്ടാൻ വേണ്ടി പറയാൻ പറഞ്ഞിട്ടില്ല. ഖുർ റബ്ബി സിദ്നി ഇൽമാ. അപ്പൊ അല്ലാഹു തആല ചെയ്യുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്ന് ചോദിച്ചാൽ ഇൽമ. അതുകൊണ്ടാണ് പുണ്യ നബിയോട് ഇങ്ങനെ ഈ വിഷയം മാത്രം വർധനവിന് വേണ്ടി ശ്രമിക്കണമെന്ന് പറയാൻ കാരണം. മറ്റൊരു നിഅമത്തും വർദ്ധിച്ചു കിട്ടാൻ തങ്ങൾ പ്രാർത്ഥിക്കണമെന്നോ കഠിനാധ്വാനം ചെയ്യണമെന്നോ പറഞ്ഞതായി ആയത്ത് ഖുർആനിൽ കാണുന്നു. എന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആൻ 1-2 ആയത്തുകൾ എടുത്താൽ ഇവിടെ കോടാനകോടി വസ്തുക്കൾ റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ട്. ആകാശങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ, ഭൂമി, കടല്,
അങ്ങനെ വലിയ ഒരുപാട് വസ്തുക്കളുള്ള സൃഷ്ടിച്ചു. എന്തിനാണ് ഇതൊക്കെ? അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി പഠിച്ചാണ്. അള്ളാഹ്ക്ക് ഇതിനൊന്നും വേണ്ട. ആകാശം വേണ്ട, സൂര്യനും വേണ്ട, ചന്ദ്രനും വേണ്ട, കടലും വേണ്ട, മത്സ്യം വേണ്ട, കടകിന്റെ മണിയും വേണ്ട, മണൽത്തേരി ഒന്നും വേണ്ട. അത് നിങ്ങൾക്ക് വേണ്ടി പഠിച്ചു. നിങ്ങളെന്തിനാ പഠിച്ചത്? ഖലഖലക്കും വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് ഇൻസിനെ പഠിച്ചത് ഇബാദത്തിന് വേണ്ടിയാണ്. ആ ജിന്ന് ഇൻസിനുള്ള സൗകര്യമാണ് ഈ കാണപ്പെട്ടത് മുഴുവൻ. ഇങ്ങനെയുള്ള ആയത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് അല്ലാമ ഗസാലി തങ്ങളൊക്കെ പറയുന്നത്, ഇവിടെ കാണുന്ന, ഇവിടെ ഉള്ള, ഇവിടെ എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടോ അത് മുഴുവൻ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാനുള്ളത് മഹാനവറുകൾ പറയുന്നത് ഇൽമി വൽ അമൽ, അതിനു വേണ്ടിയാണ് ഈ കാണപ്പെട്ട വസ്തുക്കൾ മുഴുവൻ സൃഷ്ടിച്ചത് എന്ന് ആയത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ സ്ഥിരീകരിക്കും. അപ്പൊ ആകാശം പടച്ചത്, ഭൂമി പടച്ചത്, മറ്റുള്ള സകല സരാചരങ്ങൾ സൃഷ്ടിച്ചത് എല്ലാം ഇൽമിന് വേണ്ടി, അതനുസരിച്ചുള്ള അമലിന് വേണ്ടി. അങ്ങനെയല്ലോ ഈ രണ്ടായത്തിൽ നിന്ന് മനസ്സിലാകുക. നിങ്ങളെ കാണൊക്കെ നമുക്ക് പഠിച്ചതാണ്. നിങ്ങളെന്തിനാ പഠിച്ചത്? ഇബാദത്തിന് വേണ്ടി. ഇബാദത്തിന്റെ ആദ്യഘട്ടമാണ് ഇൽമ്. ഇൽമില്ലാത്ത ഇബാദത്ത് അംഗീകരിക്കും. അപ്പൊ ഇവിടെ കാണപ്പെടുന്ന എല്ലാ സൗകര്യവും ചെയ്തത് ഇൽമ് ഇബാദത്തിന് വേണ്ടിയാണ്. നിങ്ങളൊക്കെ ആണെങ്കിൽ ഉലമാവിന്റെ വിത്തുകളാണ്. ഏത് സാധനത്തിനും വിത്ത് വേണമല്ലോ. ഇപ്പൊ നെൽകൃഷി ചെയ്ത് നെല്ലൊക്കെ പാടുണ്ടാക്കി കൊയ്യണമെങ്കിൽ ആദ്യം നാറുപാകും. പഴയ കാലത്തൊക്കെ നോറ്റെട്ടി എന്ന് പറയും, നാറുണ്ടാക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് അപ്പൊ ഏതിനും വിത്ത് വേണം. നല്ല മുന്തിയ മാങ്ങയാണെങ്കിൽ അതുണ്ടാകണമെങ്കിൽ വിത്ത് വേണം. അപ്പൊ ഉലമാ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ വിത്തുകളാണ് തുലബ, വിദ്യാർത്ഥികൾ. അതിനെ തുലബ വിങ്, ക്യാമ്പസ് വിങ്ങല്ല. അപ്പൊ ദീൻ ഉലൂമിന് മുൻഗണന ഉണ്ടായിട്ട് ഭൗതിക വിദ്യാഭ്യാസവും കൂടിയിട്ട് അതും ആവശ്യം തന്നെയാണ്. അതൊക്കെ ദീൻ ഫറായിദ് തന്നെ ചെയ്യാൻ കഴിയും. സ്വത്തുവരിക്കണ വർത്താനങ്ങളൊക്കെ എങ്ങനെ ചെയ്യും? ഖിബലയുടെ ദിശ എവിടെയെന്ന് എങ്ങനെ മനസ്സിലാക്കും? അപ്പം അങ്ങനെയുള്ള ഉലൂമുകൾ ബഹുമാനപ്പെട്ട ദീനിന് ഒഴിച്ചുകൂടാത്ത, വളരെ പഴയ കാലം മുതൽക്ക് തന്നെ അങ്ങനെ പള്ളി ദർസുകളിൽ തന്നെ കണക്ക് ശാസ്ത്രം, ഭൂമിശാസ്ത്രം, ജോഗ്രഫി, അങ്ങനെ പലതും പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അപ്പൊ കൂടുതൽ എളുപ്പമായിട്ട് പല പുതിയ രീതിയിലായിട്ട് ആ മുമ്പ് പഠിപ്പിച്ചിരുന്നൊക്കെ ഒന്ന് പഠിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രം. സമുദായം വളരെയധികം നിങ്ങൾക്ക് പണം ചെലവ്, മുഫ്തിമാരെയും ഖാദിമാരെയും വാഇദീങ്ങളെയും എല്ലാം വാർത്തെടുക്കുക. അത് ഇങ്ങനെയുള്ള വലിയ വലിയ കോളേജുകൾ, സ്ഥാപനങ്ങളൊക്കെ നടത്തിയിട്ട് അവര് ഈ പ്രവർത്തനം ചെയ്യണം.
വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വമിൻ ഫുറൂദിൽ കിഫായത്തി, ഇൽമിയായ എല്ലാ രേഖകളും അല്ലാഹു തആലയുണ്ട്. അവൻ സമീഅാണ്, ബസീറാണ്, പുണ്യ നബിമാരുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഒരു വിഭാഗത്തോടെ വാർത്തെടുക്കൽ ഫർള് കിഫയാണ്. ദീനിൽ വരുന്ന ഇഷ്കാലുകൾ തീർക്കൽ, അതിനൊരു വിഭാഗം ഇവിടെ വേണം. തഫ്സീർ, ഹദീസ്, ഫിഖ്, അതിന്റെ അനുബന്ധങ്ങൾ, ഇതുകളെല്ലാം ഉയർന്ന രീതിയിൽ പഠിച്ച ഒരു വിഭാഗം നിലനിന്നോണം. എങ്കിൽ മാത്രമേ ദീൻ നിലനിൽക്കൂ. അതുകൊണ്ടാണ് ഇത്രയധികം കോടിക്കണക്കിൽ ഉറപ്പിക സമൂഹം തന്നെ ചെലവഴിക്കണം. നിങ്ങളൊക്കെ പല കോളേജുകളിലും പല ദർസുകളിലും പഠിച്ചു വരുന്നവരാണ്. ഈ പഠനത്തിന് വേണ്ടി സമുദായം വളരെയധികം പണം ചെലവഴിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇതിന്റെ കാര്യമായ ഉദ്ദേശം അവർക്കിത് ഫർള് കിഫായ. ഞാനൊരു ഹദീസ് നിങ്ങളെ കേൾപ്പിച്ചു. ഇന്നന്നാസ ലക്കും തബഅ, സഹാബത്തോട് തങ്ങൾ പറഞ്ഞു, ജനങ്ങൾ ഒക്കെ നിങ്ങളോട് പിൻപറ്റി നടക്കും. ഹാബിമാർ അതേ 10ന്റെ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എടുക്കാം. ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് എടുക്കാം. സ്പീഡ് കുറവാ, നല്ല കുറവാ കിട്ടും. ഇൽമ് ശരിയായിട്ട് കിട്ടണമെങ്കിൽ ഒന്ന് കഠിനാധ്വാനം വേണം. കഠിനാധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇൽമ് കിട്ടുള്ളൂ. അതതിന്റെ വാഹിരിയ സംഭവമാണ്. നിങ്ങളൊക്കെ
സമയം വേസ്റ്റാക്കാതെ കഠിനാധ്വാനം ചെയ്യണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇൽമ് കിട്ടാനുള്ള കാരണങ്ങൾ മഹാന്മാർ പറയുന്ന രണ്ടെണ്ണം. ഒന്ന് വാഹിരി, മറ്റൊന്ന് ബാത്തിനി. വാഹിരിയ കാരണം എന്നത് കഠിനാധ്വാനം ചെയ്യണം. രാത്രിയൊക്കെ ഉറക്കളച്ച് നല്ല അധ്വാനിക്കാം. പല പ്രാവശ്യവും പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പല പ്രധാനപ്പെട്ട വിഷയങ്ങളും നാം കുറിച്ചെടുത്തുകൊണ്ട് അങ്ങനെ എവിടെ എന്തോ ഗുരുത്തക്കളോ ലക്ഷണക്കളോ വാങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പരാജയപ്പെടാനുള്ള കാരണം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി. അപ്പം വളരെ ചിട്ടയിൽ താലിമീങ്ങൾ എന്ന സ്വഭാവത്തിൽ തഖ്വയിലൊക്കെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിച്ചു വരണം. എങ്കിൽ മാത്രമേ വലിയൊരു സമുദായത്തിന് ദീൻ ഉപകാരപ്പെടുന്ന കഴിഞ്ഞാൽ നമ്മുടെ രക്ഷിതാക്കന്മാരോ നമുക്ക് സഹായിക്കുന്നവരെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. നിങ്ങളൊക്കെ വളരെ ഉയർന്നു വരണം എന്നാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാത്രമേ ഇൽമു രസമാവൂ. പിന്നെ ഈ മേഖലയിലൊക്കെ ഇപ്പം കുറെ ക്ഷാമാണ്. കിട്ടാൻ ഇനി വിദ്യാർത്ഥികൾ ഇങ്ങനെ കുറയാനുള്ള കാരണം എന്താണ്? ഒരു പക്ഷേ ചില ആളുകൾ പറഞ്ഞൊരു ചിന്ത, എന്താ ഇപ്പത് കാരണം, എന്താ അതുകൊണ്ട് കിട്ടുക? ഈ ചോദ്യം എല്ലായിടത്തും ചോദിക്കാം, സകല സ്ഥലത്തും ചോദിക്കാൻ പറ്റും. കച്ചവടം ചെയ്താൽ എന്താ കിട്ടുക? ഒന്നിരിക്കൽ ജയിക്കും, അല്ലെങ്കിൽ പാപ്പറാവും. ഗൾഫിൽ പോയാൽ എന്താ കിട്ടുക? ഒന്നിരിക്കൽ മെച്ചപ്പെടും, അല്ലെങ്കിൽ പരാജയപ്പെട്ട് എവിടെയും ജയിലിൽ കുടുങ്ങിയിട്ട് പോലും വേണ്ടി.
അങ്ങനെ ഏത് മേഖലക്കുള്ള ചോദ്യം തന്നെയത് എന്താ കിട്ടുക? ഇൽമി വിഷയത്തിലാണ് കാര്യമായിട്ട് ഇങ്ങനെ ചോദ്യം ജാമാകുന്നത്. യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിന് അർത്ഥമില്ല. കിട്ടതാണ് ഞാൻ റുസുഖുഹും ദാരിദ്ര്യം വായന്നുകൊണ്ട് കുട്ടികളെ കൊല്ലരുത്. ഞാൻ റുസുഖുഹും വൈജാക്കും രിസുഖിന്റെ ഏർപ്പാടൊക്കെ നമ്മളേലാണ്. അത് ഇന്നോരിത്ര കൊടുക്കുക ഇന്നോരിത്ര കൊടുക്കുക എന്നൊക്കെ വളരെ മുമ്പ് തന്നെ തീരുമാനിച്ച കാര്യം. ഞാൻ ഖസബ്നാ ബൈനഹും മആയിശഹും എല്ലാവരുടെ മഈശത്തുകളും നാം വളരെ മുമ്പ് തന്നെ കരക്കിയത് കഴിഞ്ഞിട്ടുണ്ടത്. അത് കടുമണി നമുക്ക് നഷ്ടപ്പെടില്ല. അത് തടയാൻ ആർക്കും അധികാരമില്ല. വേണ്ടെന്ന് തരാനോ പറയും. നമ്മളെ മുദ്രാവാക്യം നമ്മൾ ധാരാളം ദിക്റും തന്നെ അതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ചിന്ത കൊണ്ട് ഇൽമിൽ നിങ്ങൾ പിന്നോക്കടിച്ചു പോകരുത്. എന്താ കിട്ടുക അത് കണക്കാക്കിയിട്ടും ആർക്കും ഏത് മേഖലയിലുള്ള പ്രവർത്തനത്തിൽ തന്നെ ഇപ്പോഴും വിദ്യാഭ്യാസം വളരെയധികം പഠിച്ച് ഒന്നും ഒരു ഉദ്യോഗം ഒന്നും കിട്ടാതെ ഭൂകാലത്ത് മുഖത്ത് തന്നെ വെട്ട് കളിച്ചുള്ള എത്ര ആളുണ്ട്. അപ്പം അതുകൊണ്ട് ജയിച്ചോളം എന്നില്ല. നമ്മൾ ഈ മേഖലയിൽ പരാജയപ്പെട്ടോളം എന്നും ഇല്ല. ഏത് മേഖലയിലും എല്ലാ കെട്ടുകളുകൊണ്ടേ ഉള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇൽമും അനുസരിച്ചുള്ള അമലും അതുണ്ടായിക്കഴിഞ്ഞാൽ വമ്പിച്ച ഖൈറും കത്തീറും കിട്ടി. പരിശുദ്ധ ഖുർആൻ യഥാർത്ഥ നമുക്ക് തോഫീക്ക് നൽകട്ടെ. ഇങ്ങനാവുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ ഉയർച്ച കിട്ടൂ. അതിനുവേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണമെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുകയാണ്. മറ്റ് അർജന്റ് സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് പിന്നെ ചില സംശയങ്ങളൊക്കെ ചോദിക്കാം എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. സംശയം ചോദിച്ചാല് മഹാന്മാര് പറഞ്ഞ് നിസ്ഫുൽ ഇൽമിൽ ആതിരി ഇൽമിന്റെ നേർബോധി ആ അറിയാൻ എനിക്ക് എന്ന് പറയലാണ്. ഇമാം മാലിക് തങ്ങളോട് 40 ചോദ്യം ചോദിച്ചിട്ട് മുഴുവൻ നോക്കുകയാണെങ്കിൽ ആതിരിയാണ്. എനിക്കറിയില്ല. അപ്പൊ ചോദ്യം ഉത്തരം നമ്മൾ വ്യാജാറുള്ള സാധിക്കുന്ന അങ്ങനെയൊന്നുമല്ല. ചോദിച്ചിട്ട് വിവരം ചേർത്താനേ പിന്നെ നോക്കി കുറച്ച് വെച്ചതാണെങ്കിൽ പറഞ്ഞു ഒരു ചോദ്യം ചോദിച്ചാൽ ആ സംശയമുള്ളവർക്കൊക്കെ ആ മറുപടി മതിയല്ലോ. അങ്ങനെ അത്യാവശ്യം പ്രവർത്തനം ഇന്ന് രാത്രി കുറെ സമയം പല നിലക്കും നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നീങ്ങുക. ഇപ്പം ചില വിഷയങ്ങളെ പറ്റിയുള്ള സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കണം. അല്ലേ? ഒന്ന് പറഞ്ഞു എന്താ ഉദ്ദേശിക്കുന്നത്?
അതിലൊക്കെ? സീഡികൾ ഇറക്കുമ്പോഴോ? ആ, അതിൽ സംഗീതം ഉണ്ടോ? ഇപ്പൊ ഇവിടെ സീഡികളൊക്കെ പല വിഷയങ്ങളും പറയുന്നതാണ്. എന്താ ഇപ്പം നമുക്കിപ്പോ ആളുകൾ സ്വീകരിക്കാന് അത്തരം മാധ്യമങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. എനിക്ക് ഈ ആൾ ചോദിച്ച ആളോട് ഞാൻ പറയണം, എന്തോ ചോദിച്ചെന്ന് വെച്ചാൽ എന്തൊക്കെ നിങ്ങൾ ചോദിച്ചെന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കണം. വിചാരിച്ച് ചോദിച്ചാൽ സമസ്തം ചെയ്യുന്നുണ്ടെന്നാ ഇത് ചെയ്യുന്ന ചോദിച്ചു, പിന്നെ മറ്റുള്ള ചെയ്യുന്നുണ്ടെന്നാ ഒരു അതിന് ചോദിച്ചു. ഇനി എത്ര ചെയ്യണമെന്ന് ചോദ്യം തന്നെ തലയും പാലില്ലാതായി. അങ്ങനെ പലരോടും ചോദിച്ചാ പറയാ. അസ്സലാമു അലൈക്കും. ഒരു വിഘടിത കിട്ടണില്ല. ഒരു വിഘടിത പ്രഭാഷകൻ പ്രസംഗിക്കുന്നതായിട്ട് കേട്ടു. ഒരു വിഘടിതൻ സമസ്തയുടെ എതിർ പ്രവർത്തിക്കുന്ന എതിര് പ്രവർത്തിക്കണേ കേട്ടു. AP വിഭാഗത്തിന്റെ നേതാവായി ഇരുന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിമിന് വരുമ്പോള്ള ഈ ഓടിയിട്ടല്ല ശരിക്കായി പഠിക്കും. ഞങ്ങളൊക്കെ ഓടിയിട്ടില്ല. പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഉസ്താദ് വീട്ടിലേക്ക് പോവുകയും നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര് വെല്ലൂർ ബാക്കിയാത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോ ഉസ്താദ് അങ്ങനെ പ്രസംഗിക്കുന്നതായിട്ട് കേട്ടു. ഉസ്താദ് ഞാൻ പ്രസംഗിക്കണോ? ഒരു പ്രസംഗിക്കുന്നതായിട്ട് കേട്ടു. അപ്പോ സമസ്തനെ വിമർശിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അപ്പോ വെല്ലൂരിലേക്ക് ഇസ്മായിൽ മുസ്ലിയാർ പോവുകയും ഉസ്താദ് അവർക്ക് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഉസ്താദാണ് ഇന്ന് സമസ്തയുടെ പ്രസിഡന്റ്. വെല്ലൂരിലേക്ക് പോകാൻ പോലും കഴിയാതെ ഇൽമില്ലാത്ത ഒരാളാണ് ഇന്ന് സമസ്തയെ നയിക്കുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഉസ്താദ് വിശദീകരിച്ചാൽ സമസ്തന്റെ പ്രസിഡന്റായി ദീർഘകാലം നിന്നിരുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് തങ്ങളെ പറയുകൾ വെല്ലൂരിൽ കൂടിയും പോയിട്ടില്ല, കൈവന്തക്കും പോയിട്ടില്ല. വെല്ലൂർക്കും മറ്റിടത്തേക്കും പോകാന്നുള്ളതല്ല. ആ ഇസ്മായിലിയൊരു സംശയമൊക്കെ ചോദിച്ചതിനോളാണ്. അപ്പൊ ഈ വെല്ലൂർക്കും മറ്റിടത്തേക്കും ഒക്കെ പോയോല് അവർക്കുള്ള സംശയമൊക്കെ തീർത്തു കൊടുക്കാനുള്ള ഏർപ്പാട് എനിക്കറിയാനുള്ളത്. ആ മൊഴിയിൽ പറഞ്ഞു വിടുന്നോണേ. അയാൾ വെല്ലൂർക്കും പോയിട്ടില്ല. സമസ്തയിൽ ആകുന്നതിന് മുമ്പ്, സമസ്തയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ദർശനം നടത്തുന്ന സ്ഥലത്ത് വന്ന് ബഹുമാനപ്പെട്ട സർക്കൂലിയർ എന്നിട്ട് ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടിയുള്ള യോഗത്തിലേക്ക് മഹാനവറുകൾ ഒന്നിനെ ക്ഷണിച്ച്. മുബന്റെ ഉസ്താദിന് ഉസ്താദാണ്, ഓക്കന്റെ ഉസ്താദാണ്. അപ്പൊ ആ യോഗത്തില് 2 പ്രാവശ്യത്തെ ഞാൻ കൂടിയിട്ടുണ്ട്. 2 പ്രാവശ്യം. അങ്ങനെ 2ാമത്തെ പ്രാവശ്യം വൈസ് പ്രസിഡന്റായി. അപ്പത്തിന് തന്നെ
പിന്നെ ആണ്ട് പോയിട്ടില്ല. ആ മൂപ്പാണ്ട് പോകാൻ കാരണം മൂപ്പര് വന്ന് ക്ഷണിച്ചു. ഞാനന്ന് കുറച്ച് വളരെ ചെറുപ്പമാണ്. മൂപ്പനാണെങ്കിൽ വലിയ ആളാണ്. അന്നും നമ്മൾ വിശ്വസിക്കുന്നത് വലിയ കേരളത്തിൽ നല്ലൊരു മുഫ്തി തന്നെയാണ് മൂപ്പര്. തിരിച്ച് ശിഷ്യന്മാരുള്ള മഹാനുമാണ്. മൂപ്പര് നേരിട്ട് വന്നുകൊണ്ട് ഇയാളുടെ വരണ യോഗത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അത് മാനിച്ചുകൊണ്ട് പോയി. അങ്ങനെ 1-2 യോഗത്തിന് അവിടെ കൂടിയിട്ടുണ്ട്. പിന്നെ പോയിട്ടില്ല. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂരിഷ ത്വരീഖത്തിനെ സമസ്ത എതിർക്കാനുള്ളൊരു കാരണം, നൂരിഷ ത്വരീഖത്തിനെ സമസ്ത എതിർക്കാനുള്ള കാരണം, നൂരിഷ ത്വരീഖത്തിനെ സമസ്ത എതിർക്കാനുള്ള അല്ലേ KCR ഒന്നില്ലേ? KCR നല്ല സമയത്താണ്. ഇൻഷാ അല്ലാഹ്. KCR ലൈവിന് ശബ്ദം കേൾക്കുന്നില്ലേ? അൽമദീന ഞങ്ങള് ബാക്കി വന്നിട്ട് വെറും ശബ്ദം മാത്രം. എന്തോ ഒരു ഫാൻ. KCR ലൈവ് ആ പ്രാർത്ഥനയിൽ നടന്ന് കൂട്ടായിട്ട് എല്ലാത്തൊക്കെ പെട്ടു.
നിസ്കാരത്തിൽ വിരമിച്ചാൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ചോദിച്ച കുട്ടിയോട് പോയി. ഇപ്പൊ മനസ്സിലായോ? അത് വംസബ് എന്ന് പറഞ്ഞാൽ ദ്വായിൽ അധ്വാനിക്കണം എന്ന് അർത്ഥം പറഞ്ഞത്. അത് ഒറ്റ അൽമയുടെ അൽമ അതോടെ അതിന് നസൂഹ് എന്നുള്ള ഐഡിയ ഉള്ളവർ കേൾക്കുന്നുണ്ടോ? യൂട്യൂബിൽ കേൾക്കുന്നുണ്ടോ?